നമസ്കാരം. എസ്കേപ്പ് ഫ്രം സിറ്റി സ്മോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഫ്രേസിനെറ്റ് നാഷണൽ പാർക്ക്, ടാസ്മാനിയയിലെ ഒരു ഏറ്റവും എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റിക് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫ്രേസിനെറ്റ് നാഷണൽ പാർക്കിൽ എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് കാണുന്നതാണ്. ഇത് സലമാങ്ക മാർക്കറ്റ്, ഹൊബാർട്ടിലെത്തുന്ന ടാസ്മാനിയയിലെത്തുന്ന എല്ലാവരും പോകാൻ താല്പര്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഒരു മാർക്കറ്റാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ് കിട്ടും, അത്യാവശ്യം ഫുഡ് കിട്ടും, കുറേ നമ്മുടെ ലോക്കലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. എല്ലാ ശനിയാഴ്ചകളും രാവിലെ 8 മണി മുതൽ 8:30 മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ടാസ്മാനിയ കാണാൻ വരുന്ന എല്ലാവരും ആ ഒരു സമയം ഈ ഒരു മാർക്കറ്റിന് വേണ്ടി മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ ടാസ്മാനിയയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ടും ഇതിലേക്ക് ഈ ഒരു സാറ്റർഡേ കുറച്ച് നേരം ഇവിടേക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. കുറേ സ്റ്റാൾസ് ഉണ്ട്. ഭക്ഷണത്തിൻ്റെ ഇഷ്ടംമാതിരി വെറൈറ്റി കടകളുണ്ട്. നമ്മളൊരു ഇന്ത്യൻ കടയുടെ അടുത്ത് കൂടെ പോയി സൈൻ അവിടുന്ന് വടയൊക്കെ ഉഴുന്നുവടയാണ് സൈൻ്റെ ഫേവറേറ്റ്. ഉഴുന്നുവടയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഇവിടെ കുറേ തരത്തിലുള്ള എല്ലാതരം ഫുഡ് വെറൈറ്റി ഉണ്ട്. അതുമാത്രമല്ല കാണാൻ ഭംഗിയുള്ള കുറേ സാധനങ്ങൾ. പിന്നെ ഇവിടുത്തെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ടാസ്മാനിയയുടെ സ്പെഷ്യലായിട്ടുള്ള ചില വൈനായാലും ചില ഫുഡുകളായാലും കാണാൻ ഭംഗിയുള്ള കുറച്ച് സാധനങ്ങളും, അങ്ങനെ നമുക്ക് ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു നല്ലൊരു വൈബുള്ള ഒരു മാർക്കറ്റാണ് ഇത്. ചൂട് നോക്കണം. ഇഷ്ടമായോ? ചുട്ടു. ഹൊബാർട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഒരു സലമാങ്ക മാർക്കറ്റിൽ നിന്ന് മലയാളികളെ പരിചയപ്പെട്ടു. അപ്പോൾ അതിലൊരു ലേഡി പറഞ്ഞതാണ്, നേരത്തെ അമ്മ വിളിച്ചത് സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ ആ ലേഡി പറഞ്ഞതാണ് ഇവിടെ ക്രീമറി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങണമെങ്കിൽ അവിടെ വന്നിട്ട് വാങ്ങിയാൽ മതി, മാർക്കറ്റിൽ നിന്നൊന്നും വാങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇത് എങ്ങനെയുണ്ട് ഐസ്ക്രീം? ഗുഡാ? ഇതേതാ? അത് ലാവൻഡർ. ഇതോ സ്ട്രോബെറിയാ? ഇഷ്ടമായില്ലേ? വ്യൂവും കണ്ടുകൊണ്ട് ഐസ്ക്രീം കഴിക്കായിരുന്നു. ഈ സ്ഥലം ട്രയാബുണ. ഇത് മറിയ ഐലൻഡിലേക്ക് പോകുന്ന ഒരു ഗേറ്റ് വേ ആയിട്ടാണ് ശരിക്കും ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് മറിയ ഐലൻഡിലേക്കുള്ള ഫെറി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സാധാരണ ആളുകളോട് വന്ന് നിൽക്കുക അതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ പക്ഷെ നമ്മുടെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് താമസിച്ചു എന്ന് മാത്രം. അപ്പോൾ ആ ഫെറി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ ഞങ്ങൾ വന്നതാണ്. ഇതാണ് ആ ഒരു സ്ഥലം. ഇവിടെ ടാസ്മാനിയയിൽ നിന്ന് ഇതുപോലെ കുറേ ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഐലൻഡ്സിലേക്ക് ഇതുപോലെ ഫെറിയിൽ പോവാം, അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കഴിയാം, എന്നിട്ട് നമുക്ക് തിരിച്ച് തന്നെ ഇങ്ങോട്ട് വരാം. അതിലത്തെ ഒന്നാണ് ഈ മറിയ ഐലൻഡും. അവിടെ പോയാൽ അവിടുത്തെ പ്രധാനപ്പെട്ടെന്ന് പറയാൻ നമുക്കൊരു ലക്ഷറി ആയിട്ടുള്ളൊരു ട്രിപ്പ് അല്ലാതെ അതിനേക്കാൾ കൂടുതൽ ആ ഒരു പ്രകൃതിയായിട്ട് അവിടുത്തെ ഒരു ഫ്ലോറ ഫോണൊക്കെ അറിഞ്ഞ് അവിടുത്തെ മൃഗങ്ങളെയും ഇവിടുത്തെ നമ്മുടെ
ടാസ്മാനിയയുടെ മാത്രമായിട്ടുള്ള ആനിമൽസിനൊക്കെ തൊട്ടറിഞ്ഞ് ആ ഒരു പ്രകൃതിയിൽ ആ കടൽ തീരത്ത് കൂടെയൊക്കെ നടന്ന് ആ ഒരു ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ആ മറിയ ഐലൻഡിലേക്ക് പോകുമ്പോൾ നമുക്കുള്ളത്. നമുക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, നമ്മൾ നടന്നിട്ടാണ് പോണത്, നമ്മൾ നമ്മുടെ ബാക്ക് പാക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ ഈ ഐലൻഡ്, ഈ ഒരു ട്രിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് മറിയ ഐലൻഡിലേക്ക് പോകുക എന്നുള്ളത്. ഞങ്ങൾക്ക് എന്തായാലും ഇപ്രാവശ്യം അത് മിസ്സാവുന്നതാണ് തോന്നണത്, നെക്സ്റ്റ് പ്രാവശ്യം പിടിക്കാം. രാവിലെ നേരത്തെ കാഴ്ചകളാണിത്. രണ്ട് സൈഡിലും നിറയെ ഫാമാണ്, കുറെ സ്ഥലത്ത് പശുക്കളാണ് അല്ലെങ്കിൽ ഷീപ്പാണ്. ഇത് രണ്ട് സൈഡിലും നിറയെ കാണാണ്ട്. ഈ ഭാഗത്ത് മുഴുവൻ നമ്മുടെ ബ്രൗണും വെള്ളയും കലർന്നിട്ടുള്ള പശുക്കളെ കാണാൻ. നമ്മള് അവിടെ ആദ്യം കാണാറുള്ള മുഴുവൻ ഒന്നും കറുപ്പ് അല്ലെങ്കിൽ വെള്ള ഇങ്ങനത്തെ ആയിരുന്നു. ഈ ഭാഗത്ത് മൊത്തം ഈ ബ്രൗൺ കളറിലുള്ള പശുക്കളെ കൂടുതൽ കാണുന്നുണ്ട്. ഇതുവരെ കാണിച്ചു കൊടുക്കായിരുന്നു, ഇതേ പശുവും പറഞ്ഞിട്ട്. എനിവേ നല്ല രസമുള്ള സ്ഥലങ്ങളിലൂടെയാണ് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ എന്താ പറയാ, പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഇമാജിൻ ചെയ്യില്ല, നമ്മൾ ഡ്രീം ചെയ്യുന്ന പോലത്തെ സ്ഥലങ്ങളിലൂടെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാന്നുള്ളത് ഭയങ്കര ഒരു രസമുള്ള കാര്യമാണ്. ഇത് രാവിലെ തന്നെ എണീറ്റ് സുന്ദരമണിയായിട്ടിരിക്കട്ടെ. ഇതിന് ഭയങ്കര സന്തോഷമാണ് ട്രിപ്പ് പോവാൻ അല്ലേ? ഇതു ഐ യു ഹാപ്പി? ഇനി ഇന്ന് പാർക്ക് പോണം എന്നാണ് ഇത് പറയണത്. നോക്കി നോക്കാം ആ ഭാഗത്ത് എന്തെങ്കിലും പാർക്ക് ഉണ്ടോന്ന്. ഇതിന് പാർക്ക് പോണം, സ്വിങ് പോണം, സ്ലൈഡ് പോണം അല്ലേ? എന്തായാലും വൈകുന്നേരം നമ്മൾ ഇതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയർകാറിൽ കൊണ്ടുപോകാം. റോപ്പ് വേ അല്ല, അതില് കുട്ടികളെ പറ്റുമോ നോക്കിയോ? നോക്കാം, പറ്റുണ്ടാവും. ഗ്രേറ്റ് ഈസ്റ്റേൺ ഡ്രൈവിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ വഴിയിൽ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇടയിൽ ഒരു സ്ഥലത്തെ ലുക്ക് ഔട്ടിൽ നിർത്തി കേട്ടോ, എന്ത് ഭംഗിയാണ് ഇവിടുന്ന് കടൽ കാണാൻ. ദൂരേക്ക് ഇങ്ങനെ എന്താ പറയുക, ചക്രവാള സീമകൾക്ക് അപ്പുറം എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കടൽ. അയ്യോ ഒരു രക്ഷയില്ല. ഈ കുഞ്ഞു ടൗണാണ് സ്വാൻസി. നേരെ സീ കാണുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. നമ്മളിങ്ങനെ പൊങ്ങിപ്പോയിട്ട് നേരെ കടലിലേക്ക് ആടാം. ഒരു കുഞ്ഞു പട്ടണം കേട്ടോ. നമ്മള് താമസിക്കാൻ വേണ്ടിട്ടേ ഏതെങ്കിലും ഹോട്ടൽസോ ഏതെങ്കിലും എയർബിഎൻബി ഒക്കെ നോക്കിയപ്പോ ഈ ഒരു സ്ഥലം നോക്കിയായിരുന്നു. ഇവിടെ ഏതൊക്കെയോ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മള്. ബിക്കാനോ ഫ്രേസിനെറ്റ് നാഷണൽ പാർക്ക്, സെന്റ് ഹെലൻസ് 120. നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പോണ സ്ഥലങ്ങളുടെ ഒക്കെ ബോർഡ് കണ്ടു. ഒരു കുഞ്ഞി പട്ടണം, ഒരു സൈഡില് കടല്. കടലിന്റെ നമ്മൾ ഈ പോണ വഴി മുഴുവൻ അങ്ങനെയാണ്, കടലിന്റെ വ്യൂ കണ്ടിട്ടാണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ എപ്പോഴും കടലാണ്. കടല് കണ്ടിട്ടാണ് പോണത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രേസിനെറ്റ് നാഷണൽ പാർക്കിന്റെ ഇടയിൽ കൂടെയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് 40 കിലോമീറ്റർ, അതിൽ കൂടുതൽ സ്പീഡ് അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മുമ്പിൽ പോണ വാഹനങ്ങളൊക്കെ സ്പീഡൊക്കെ ഒന്ന് കുറച്ചുണ്ട്. ഈ രണ്ട് സൈഡിലും കാണുന്നതൊക്കെ ആ നാഷണൽ പാർക്കിന്റെ ഭാഗങ്ങൾ തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു വിസിറ്റർ പോയിന്റ് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് കയറിയിട്ട് നേരെ മുമ്പിലേക്ക് പോവാം. ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ഒരു മലകളാണല്ലോ ഇവിടെ, മൗണ്ടൻ റേഞ്ചസ് കണ്ടോ, ഫുള്ള് കല്ല് പാറകളായിട്ടുള്ളത്. സൈൻ നമ്മൾ ഇത്ര നേരം കണ്ടത് ഒരു കുന്ന് പോലത്തെ ഇങ്ങനെ ഒരു പുല്ല് പോലുള്ള സംഭവങ്ങളായിരുന്നു. ഇവിടെ എത്തിയപ്പോ അത് മാറി. നമ്മളിപ്പോ ഉള്ളത് ഇവിടെയാണ്. നമ്മൾ നടന്നിട്ട് ഇവിടെ എത്തും. ഓക്കെ, ഇതാണ് വൈൻ ഗ്ലാസ് ബേ. ഇതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഹസാർഡ് ബീച്ച്. അപ്പൊ ഇത് മൊത്തമായിട്ടൊരു നടക്കാനുള്ള ഒരു വഴിയുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു വാക്കിംഗ് ട്രെയിൻ ആണ്. എത്ര 12 കിലോമീറ്റർ എത്ര ഉണ്ട്. അപ്പൊ അത് ഇതിനെ വെച്ച് ഇത്തിരി ബുദ്ധിമുട്ടാവും. നമ്മൾ തൽക്കാലം ഇവിടുന്ന് ഇതുവരെ വാക്ക് ചെയ്യാം. നമ്മളിപ്പോ പോണത് വൈൻ ഗ്ലാസ് ബേ ലുക്ക് ഔട്ട് കാണാൻ വേണ്ടിട്ടാണ്. പോണ വഴിക്ക് കാങ്കുറുവിനെ കാണാൻ പറ്റും. ശരിയാണ്. നമ്മളിപ്പോ വൈൻ ഗ്ലാസ് ബേ ലുക്ക് ഔട്ടിക്ക്, അതുപോലെ തന്നെ ഹസാർഡ് സർക്യൂട്ട്, ബോംബാറ്റും ഉണ്ടോ? അതൊന്നുമില്ല. അത് ഇത് കയ്യിൽ നിന്ന് കുറച്ച് നമ്മൾ എന്തായാലും ഒരു കാര്യം പറയാനുള്ളൂ. അതെയോ? ഓക്കെ. 3 സ്ഥലത്തും ഓരോന്ന് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മള് വലുതായിട്ട് സർക്യൂട്ട് ഒക്കെ എടുക്കാൻ വേണമെങ്കിൽ ഈ വഴി കൂടെ കുറെ സമയം എടുത്തിട്ട് പോരാ. നമ്മളിപ്പോ ഏറ്റവും ചെറുതാണ് പോണത് ആ മെയിൻ ലുക്ക് ഔട്ടിന്റെ അവിടേക്ക്.
പോവാം, ലെറ്റ്സ് ഗോ. ഓ ഓക്കെ. ഇതിന് വഴിയൊക്കെ അറിയാം, അതേ പോടും. ഗ്രാനൈറ്റ് മൗണ്ടെയ്ൻസ്, അതിൻ്റെ താഴെ മനോഹരമായിട്ടുള്ളൊരു ബീച്ച്. ലോകത്തിൽ തന്നെ 10 നല്ല ഇത്രയും അടിപൊളി ബീച്ചുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരെണ്ണമാണ് വൈൻ ഗ്ലാസ് ബേ. അപ്പോൾ നമ്മൾ വൈൻ ഗ്ലാസ് ബേ ലുക്ക് ഔട്ട് കാണാനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഘം നടന്നു വരുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ കുറച്ച് ആൾക്കാരും ഉണ്ട്. അവരും നമ്മളെ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ടൊക്കെയാണ് വരുന്നത്. നല്ല സ്പീഡാണ്. ഇതൊരു നടന്നിട്ട് ഏകദേശം മതിയായി. നമ്മൾ നടരാജ് അടിച്ച് എത്താറായി ഇതാ തോന്നുന്നത്. താഴത്ത് നോക്കിക്കൂ, അവിടെ ഒരു ക്രൂസ് കാണാനുണ്ട്. അവിടെ ആളുകളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ, അതെന്ന് ചാടി വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഈ വൈൻ ഗ്ലാസ് ബേയിൽ ഇതുപോലത്തെ ക്രൂസുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇത് കൂടെയൊക്കെ തന്നെ കടന്നുകൂടെ നമ്മളെ കൊണ്ടുപോകും. നമ്മളിതുപോലെ വെള്ളത്തിൽ ഇറക്കാം. അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും ഒരു രസമുള്ള കാര്യമായിരിക്കും. ഇനി ഈ സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ നേരെ വൈൻ ഗ്ലാസ് ബേ ലുക്ക് ഔട്ട് പോയിന്റിലേക്ക് എത്താം. പാർക്കിലും പോവാം. ഇതിന് എങ്ങനെയുണ്ട് നടന്നിട്ട്? കാല് വേദനിക്കുണ്ടോ? അപ്പോൾ അതിനെന്താ ചെയ്യുക നമുക്ക്? അപ്പോൾ കാലുവേദന മാറുമോ? ഓക്കെ, എന്നാൽ ബോട്ടിക്ക് പോവുക. എന്നാൽ മോള് പോവുക, ബോട്ട് കയറുക. അല്ല, സ്വിമ്മ് ചെയ്യണ ബോട്ടല്ല, പറക്കണ ബോട്ടിലേക്ക് പോവാം നമുക്ക് മുകളിൽ. ഇവിടുന്ന് നമ്മൾ താഴേക്ക് പോവാണെന്നുണ്ടെങ്കിൽ വൈൻ ഗ്ലാസ് ബേ ബീച്ചിലേക്ക് എത്തും. അത് പക്ഷേ കുറച്ച് സ്ലിപ്പറിയാണ്, ഏകദേശം 1 മണിക്കൂറോളം എടുക്കും ആ ഒരു വാക്ക്. അതല്ലാച്ചാൽ നമുക്ക് നേരെ മുകളിലേക്ക് തന്നെ കയറാം. അപ്പോൾ ആ ലുക്ക് ഔട്ടിൽ എത്തും, അതിന് 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം ലുക്ക് ഔട്ടേക്ക് പോവാണ്. ഓ ഫൈനലി, ആൾക്കാരൊക്കെ ചിരിക്കുക. നമുക്കെല്ലാം അറിയില്ലേ നമ്മുടെ കഷ്ടപ്പാട് ശരിക്കും നടന്നു വന്നത്. ഇനി നമുക്ക് നേരെ വ്യൂ. ഇതാണ് വൈൻ ഗ്ലാസ് ബേ ലുക്ക് ഔട്ട്. നമ്മൾ ടാസിയിലേക്ക് വരുമ്പോൾ എല്ലാവരും വരേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. നമ്മൾ ആ വരണ വഴിയൊക്കെ മറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. എന്തൊരു ഭംഗിയാണ്, നല്ല വെള്ള മണൽ, അതിലിങ്ങനെ തിര അടിക്കുമ്പോഴത്തെ അവിടുത്തെ ഒരു വെള്ളി നല്ലൊരു ഭംഗിയുള്ള കളറ്, ശരിക്കും ഒരു ഹാഫ് സർക്കിളായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കില്ല. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ കണ്ട നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒരു 10 ആയത്തെടുത്ത് കഴിഞ്ഞാൽ അതിലത്തെ ഒന്നായിട്ട് ഇത് കൂട്ടാം. ഇവിടുന്ന് ഇങ്ങനെ ഒരു വൈൻ ഗ്ലാസ്, ആ ഒരു ലുക്ക് ഔട്ട്, നമുക്ക് ആ വൈൻ ഗ്ലാസിൻ്റെ ഒരു ഭംഗി കാണാം. അത് കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് നോക്കിയാലേ, മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടു പോയിട്ട് അങ്ങോട്ട് എന്താ പറയുക ഇല്ലാണ്ട് ആവുകയാണ്. കാരണം അപ്പുറത്ത് ഫുൾ പിന്നെ അങ്ങോട്ട് കടല. അപ്പം അങ്ങനെ അറ്റത്ത് വല്ലാതെ മുകളിലേക്ക് നോക്കാൻ പറ്റും. എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇന്ന് വെയിലും ഇല്ല, കാണാനും നല്ല രസമുണ്ട്. ഇത് നീന്താണോ? സ്വിമ്മിങ് ആണ്. അയ്യോ, ശൈന പ്രദക്ഷിണം, വൈൻ ഗ്ലാസ് ബേയിൽ ശൈന പ്രദക്ഷിണം. വൈറ്റ് കളറിൽ ജമ്പറും ഇട്ട് ശൈന പ്രദക്ഷിണത്തിന് പറ്റിയ സമയം. അടിപൊളിയല്ലേ? അതെ, നല്ല ഭംഗിയുള്ള സ്ഥലം. ആ കാണാൻ നമ്മള് ഫോട്ടോസ് ഒക്കെ കാണുമ്പോ ഇത്ര ഓവർ റേറ്റഡ് അല്ലേ എനിക്ക് ഇടയ്ക്ക്. നമ്മളത് ഈ ഇതിന്റെ ടാസ്മാനിയ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നു എല്ലാവരും പോകുന്നുണ്ട്. 80% ഓഫ് ടൂറിസ്റ്റ് അവിടെ ഇവിടെ വിസിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ പക്ഷേ വന്നത് വരത്തറ അടിപൊളി സ്ഥലമാണ്. എന്തായാലും നമ്മളും അത് സപ്പോർട്ട് ചെയ്യണം, എന്തായാലും വരണം. ഞങ്ങൾ അങ്ങനെ ലുക്ക് ഔട്ടൊക്കെ കണ്ട് ഇതാ തിരിച്ചു പോവാണ്. ഇനി ഈ ഒരു ഭാഗത്ത് വേറെയും കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളും കൂടി കണ്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ഭാഗത്തിനോട്, ഈ ഒരു ഏരിയയോട് വിട പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തന്നെ ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണ് കണ്ടത്, വൈൻ ഗ്ലാസ് ബേയുടെ ആ ഒരു ലുക്ക് ഔട്ട് എന്നുള്ളത്. ഇനി നമുക്ക് താഴത്തേക്ക് ഫ്രൈസ്റ്റേറ്റ് നാഷണൽ പാർക്കിൻ്റെ ഭാഗത്ത് പോയിട്ട് അവിടെ ചില ഭംഗിയുള്ള ബീച്ചുകളും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ ഭാഗത്തേക്കാണ് പോണത്.
എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് കയറാനാണ് ഈസി, താഴേക്ക് ഇറങ്ങാൻ നമുക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് എനിക്ക് തോന്നാറ് മുട്ടിന് കുറച്ചുകൂടി നമ്മൾ പ്രഷർ കൊടുക്കണം, നമ്മൾ വെയിറ്റ് കൊടുക്കണ്ടല്ലോ നമ്മുടെ ദേഹത്തിൻ്റെ. അപ്പോൾ അക്കോർഡിംഗ് ടു മീ എനിക്ക് മുകളിലേക്ക് കയറ്റാണ് ഓക്കെ ഇറക്കത്തിനേക്കാം. എന്തായാലും ഇത് ഇറങ്ങാൻ ആകുമ്പോഴേക്കും വയ്യാന്ന് പറഞ്ഞിട്ട് അതിന് എടുത്തിരിക്കുകയാണ്. മുകളിലേക്ക് പക്ഷേ അവൾ ഫുള്ള് നടന്ന് കയറിയിട്ടാ. ആകെ ഒരു 10 meters എടുത്തിട്ടുള്ളൂ, ബാക്കി മുഴുവൻ അവൾ നടന്നു. അപ്പോൾ ഷീസ് ഗുഡ്. അപ്പോൾ കുറച്ച് ക്ഷീണമായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ച് നേരം എന്തായാലും എടുത്തിട്ട് പിന്നെ ആദ്യം അതിനെ നടത്തിക്കണം വെച്ചിട്ടാണ് ഞങ്ങളിരിക്കണേ. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ് കോൾസ് ബേ. ദാ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഇനി വണ്ടി പാർക്കിനോടത്തേക്ക് എത്തണം. ഇത് ഇവിടെ ചണ്ടിത്തരം കാണിക്കണോ, വികൃതി കാണിക്കണേ ഇതോ അല്ല ഇതോ? പിന്നെ എന്താ ഇത് കാണിക്കണേ? അതന്നെ വികൃതിയേ. ഈ എറിയണ വികൃതി പറയണേ. ഇത് എൻ്റെ മേത്തേക്ക് എടുത്ത് നിലത്ത് കിടക്കണ ഓരോ സാധനം എടുത്ത് എറിയുക. അപ്പോൾ നമ്മുടെ വൈൻ ഗ്ലാസ് ലുക്കൗട്ട് കഴിഞ്ഞു. അതെ, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. 1-2 സ്ഥലങ്ങൾ കൂടി ഉണ്ട്, അത് കഴിഞ്ഞാലേ ഈ വീഡിയോ എൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനെ ഫ്രേസ്നെറ്റ് നാഷണൽ പാർക്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി, ഹണിമൂൺ ബേ. ഇവിടുത്തെ ഈ ഒരു ഭാഗത്തിന് പറയുന്നത് അങ്ങനെയാണ്, ഒരു ബീച്ചാണ്, ഹണിമൂൺ ബേ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ കാണാം. തിരമാലയൊന്നുമില്ല, വേവ്സ് ഒന്നുമില്ല, അപ്പോൾ സുഖമാണ് ശരിക്ക്. ഇതിന് കളിക്കാൻ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും സാൻഡ് കാസിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. ആ പരാതിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മൗണ്ടെയിൻ ഉണ്ടാക്കുക, എന്തൊക്കെ ഉണ്ടാക്കും എന്ന് കണ്ടറിയാം. ഇവിടുത്തെ ടാസ്മാനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ബീച്ചുകളിലെ ഒരു പ്രത്യേകതയാണ് ഓറഞ്ച് കളറിലുള്ള കല്ലുകൾ. അപ്പോൾ നമുക്ക് അകലെ നിന്ന് ബീച്ച് കാണുമ്പോൾ തീ പിടിച്ച പോലെ അല്ലേ, ആ ഒരു കളറാണ്, മൊത്തം തീൻ്റെ കളറിലുള്ള ഓറഞ്ച് കളേഴ്സാണ് മൊത്തം കല്ലുകൾക്ക് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും നല്ലോണം അത് വിസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്, ബേ ഓഫ് ഫയേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമുക്ക് ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ അത് ആലോചിച്ച് നമുക്ക് ആ ഒരു നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആ ഒരു സ്ഥലം ചിലപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ കല്ലുകൾക്ക് അത്ര അധികമൊന്നും ഇല്ലെങ്കിലും ഈ ഹണിമൂൺ ബേയിലെ പല സ്ഥലങ്ങളിലെ ആ കല്ലുകൾക്ക് ആ ഒരു കളറ്, ആ ഒരു പ്രതിഭാസം ഈ പല ഭാഗത്തും ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ ഭാഗത്തുള്ള പാറകൾ നോക്കിക്കേ, ഈ ഭാഗത്ത് നമുക്ക് ആ പറഞ്ഞ ഓറഞ്ച് കളർ കാണുന്നുണ്ട്. എന്നിട്ട് അടുത്തുനിന്ന് പോയി നോക്കാം എന്താ സംഭവം എന്ന്. ഈ റോക്സിൻ്റെയൊക്കെ ഒരു ഷേപ്പ് നോക്കൂ, എൻ്റെ അമ്മോ, വല്ല മരത്തിൻ്റെയൊക്കെ വേരുകളുടെ പോലത്തെ ഒരു ഷേപ്പ് അല്ലേ, കുറേ അധികം. ഇതിൻ്റെ മുകളിലൊക്കെ ഓറഞ്ച് കളർ ഉണ്ട് കേട്ടോ. ഇതോ ഹലോ, എന്താ അത്? ഷെല്ലാണോ? ഇത് ഷെല്ല് വെള്ളത്തിൽ കൊണ്ടിട്ടാണോ ചെയ്യണത്? ഓ, അപ്പോൾ ഇതിൻ്റെ ഈ കലാപരിപാടി അവസാനിപ്പിക്കുന്നതോടെ നമ്മൾ ഈ ബീച്ചിൽ നിന്നും വിട പറയുന്നു. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം.